നമസ്കാരം. കേരളീയ കലയായ ഓട്ടംതുള്ളലിനെ പറ്റി ഒരു ചെറു വിവരണമാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത്. കേരളീയ കലയിൽ എക്കാലവും വളരെയേറെ പ്രാധാന്യം കൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഒന്നാണ് ഓട്ടംതുള്ളൽ. 18ാം നൂറ്റാണ്ടിൽ ശ്രീ കുഞ്ചൻ നമ്പ്യാരാണ് ഓട്ടംതുള്ളൽ ആവിഷ്കരിച്ചത്. എല്ലാ സമുദായക്കാരും ഓട്ടംതുള്ളൽ അവതരിപ്പിക്കുന്നുണ്ടെങ്കിലും നമ്പ്യാർ സമുദായത്തിന്റെ പാരമ്പര്യ കല എന്ന നിലയ്ക്കാണ് ഇത് വളർച്ച പ്രാപിച്ചത്. കലാകാരന്മാർക്ക് മെയ് സാധകത്തോടൊപ്പം ചുവടുസാധകം, മുദ്രസാധകം, മുഖാംഗസാധകം, ചൊല്ലിയാട്ടം എന്നിവയിലും ശിക്ഷണം ലഭിച്ചിരിക്കണം. ഒരു ദൃശ്യകല എന്നതിലുപരി സാഹിത്യത്തിലൂടെയുള്ള പരിഹാസവർഷത്തിനും കുറിക്കുകൊള്ളുന്ന നർമ്മോക്തികൾക്കും തുള്ളലിൽ പ്രാധാന്യമുള്ളതിനാൽ തുള്ളൽ സാഹിത്യത്തിലും സംഗീതത്തിലും കലാകാരന്മാർക്കു പ്രാവീണ്യം ഉണ്ടായിരിക്കേണ്ടതുണ്ട്. നളചരിതം, കിരാതം, രുക്മിണി സ്വയംവരം, ബാലി വിജയം എന്നിങ്ങനെ ഒട്ടേറെ കൃതികൾ കുഞ്ചൻ നമ്പ്യാർ ഓട്ടംതുള്ളലിനു വേണ്ടി രചിച്ചിട്ടുണ്ട്. ഓട്ടംതുള്ളൽ 3 പേർ ചേർന്നാണ് അവതരിപ്പിക്കുന്നത്. തുള്ളൽക്കാരനും 2 വാദ്യക്കാരും. നൃത്തം ചവിട്ടിക്കൊണ്ടും പാട്ടുപാടിക്കൊണ്ടും ഹസ്തമുദ്രയിലും ആംഗ്യത്തിലൂടെ കഥ ചൊല്ലിപ്പോകുന്നതോടൊപ്പം കൂടെയുള്ളവർ ഏറ്റുചൊല്ലുകയും ചെയ്യുന്നു. ഇതാണ് തുള്ളൽ കലയിലെ സമ്പ്രദായം. തൊപ്പി മദ്ദളത്തിനു പകരം മൃദംഗവും കൈമണിയുമാണ് തുള്ളലിലെ വാദ്യങ്ങൾ. അടന്ത, ചെമ്പട, ചെമ്പ, പഞ്ചാരി, ഏകം, കാരിക, ലക്ഷ്മി, കുണ്ടനാച്ചി, കുംഭം എന്നിവയാണ് താളങ്ങൾ. തുള്ളൽക്കാരന്റെ വേഷം: മുഖത്തു പച്ച തേച്ച്, ചുണ്ട പൂവിട്ട് കണ്ണ് ചുവപ്പിച്ച്, കരിമഷി കൊണ്ട് പുരികവും വാലിട്ട് കണ്ണെഴുതിയും, തലയിൽ തുണി കൊണ്ട് കൊണ്ട കെട്ടിയ ശേഷം അർദ്ധവൃത്താകാരത്തിലുള്ള കിരീടം വെച്ച്, അരയിൽ ചുവന്ന പട്ടും അതിന്മേൽ കച്ചയും കെട്ടി, പിൻഭാഗത്ത് കരമുണ്ടും മുൻഭാഗത്ത് മുന്തിയും ധരിക്കുന്നു. കഴുത്താരം, കൊരലാരം, മാർമാല, നെഞ്ചുപലക, ഹസ്താകടകം, കങ്കണം, കച്ചമണി എന്നിവയാണ് ഓട്ടംതുള്ളലിലെ വേഷവിധാനങ്ങൾ. ഓട്ടംതുള്ളലിനെ പറ്റിയിട്ടുള്ള ചെറുവിവരണം എല്ലാവർക്കും പ്രയോജനപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. നമസ്കാരം.